നിന്ന് 12 മണിയായപ്പോൾ കൊണ്ടുവന്നതാണ്. വെറും നെഞ്ചുവേദന എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് എൻ്റെ ചേട്ടന്. ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓക്സിജൻ കുറവ്, ഓക്സിജൻ കൊടുത്തു. അത് വേണമെന്ന് പറഞ്ഞ് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ഒരു മരണ വീട്ടിനൊരു മര്യാദ കാണിക്കാതെ അവർ ഓടി 1-2 മണിക്കൂർ ഇട്ടിങ്ങനെ എന്ത് തരം ഇതാണ് കാണിക്കുന്നത്? ഇറ്റ്സ് മീ ഡാനി. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ വന്നത് SK ഹോസ്പിറ്റലിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതായത് നെഞ്ചുവേദനയായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയായിരുന്ന ഒരു മനുഷ്യൻ മീൻസ് അവിടെ ചെന്നു നെഞ്ചുവേദന ഇപ്പോൾ ഇന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ SK ഹോസ്പിറ്റലിലോട്ടാണ് കൊണ്ടുപോകാൻ പറഞ്ഞത്. അവിടെ കൊണ്ടുപോയി. ഓക്കെ, കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞു. ഇത്ര മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹം മരിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ വന്നത്. ഓക്കെ, അതിനു മുമ്പേ ഞാനൊരു വീഡിയോ വെച്ച് തരാം. അതിനകത്ത് കറക്റ്റ് അതായത് മരിച്ച അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അനിയൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് മൊത്തം ഒന്ന് കണ്ടു നോക്കാം. ആൻജിയോഗ്രാം ചോദിച്ചോ മിഷൻ കംപ്ലൈന്റ്, ഇത്രയും വലിയ ഹോസ്പിറ്റലാണ്. ആൻജിയോഗ്രാം ചോദിച്ചോ മിഷൻ കംപ്ലൈന്റ്. ആ പേഷ്യന്റ് പറഞ്ഞ മറുപടി ഹോസ്പിറ്റലിന്റെ പേര് ഇന്ന് മെഡിക്കൽ സൂപ്രണ്ടും പറഞ്ഞതാണ് നമ്മളെ മിഷൻ കംപ്ലൈന്റ് ആണ്, നിങ്ങൾ അറിയിക്കണം ആവശ്യം. അക്ഷയ് ഡീറ്റെയിൽ പറയണം. ഡീറ്റെയിൽ പറയും. ഇന്നലെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ നിന്ന് 12 മണിയായപ്പോൾ കൊണ്ടുവന്നതാണ്. വെറും നെഞ്ചുവേദന എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് എൻ്റെ ചേട്ടന്. ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓക്സിജൻ കുറവ്, ഓക്സിജൻ കൊടുത്തു. അത് വേണമെന്ന് പറഞ്ഞ് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഹാർട്ട് അറ്റാക്കിന്റെ സിമ്മലുണ്ട്. അവർ രണ്ടും പോസിറ്റീവ് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് അവർ കൺഫേം പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്യണം. അവിടെ ആൻജിയോഗ്രാം ഇല്ല, നിങ്ങൾ അടുത്ത പെട്ടെന്ന് ഹോസ്പിറ്റലിൽ SKയിലോട്ട് പോകാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞു ശ്രീചിത്രയിൽ പോകാമെന്ന്. അവർ പറഞ്ഞു വേണ്ട, ഇവിടെ തന്നെ SKയിൽ തന്നെ പോകണമെന്ന് പറഞ്ഞ് SKയിലോട്ട് വിട്ട്. SKയിൽ 1 മണിയായപ്പോൾ ഇവിടെ വന്ന് 1 മണിയായപ്പോൾ വന്നപ്പോൾ നമ്മളെ ജൂനിയർ ഡോക്ടർ സീനിയർ ഡോക്ടർ എല്ലാം നോക്കി. കാർഡിയോ ജൂനിയർ ഡോക്ടർ വന്ന് പറഞ്ഞ് ഈ റിപ്പോർട്ട് എല്ലാം സീനിയർ ഡോക്ടർ രാജേഷിന് അയച്ചു കൊടുത്ത്. കാർഡിയോ ഇവിടുത്തെ സീനിയർ ഡോക്ടർ രാജേഷിന് അയച്ചു കൊടുത്ത രാജേഷ് ഡോക്ടർ പറഞ്ഞത് ഒരു പ്രശ്നമില്ല, ഈ പേഷ്യന്റിന് കാർഡിയോയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ ചേട്ടനെ വിളിച്ച് പറയാണ് ഒരു പ്രശ്നമില്ല ചേട്ടാ, നമ്മളെ ഇവിടെ ആശുപത്രിയിൽ നിന്ന് വിടാൻ പോവുകയാണ്, ഒരു പ്രശ്നമില്ലെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വയലന്റ് ആയി തുടങ്ങി. ഇതെല്ലാം അവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. 2 ഡോക്ടർമാരെ കൺമുമ്പിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കണം. ഒരു റിയാക്ഷനും ഇല്ല അവർക്ക്. 2 ഓക്സിജൻ മാസ്ക് അല്ലാതെ അവർ വേറെ ഒന്നും വെച്ചിട്ടില്ല. 2 ഓക്സിജൻ മാസ്ക് അല്ലാതെ 5 മണിക്കൂറോളം അവിടെ ഇട്ടുകൊണ്ട് കിടത്തി നമ്മൾ. 5 മണിക്കൂറോളം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടിയായിരുന്നു. 5 മണിക്കൂറോളം. 5ാമത്തെ മണിക്കൂറായപ്പോൾ പുള്ളി ഒമിറ്റ് ചെയ്യാൻ തുടങ്ങി. പുള്ളിക്ക് ഫിക്സ് വരാൻ തുടങ്ങി. ഒരു കുഴപ്പമില്ല, വെറും ആൻജിയോഗ്രാം തീരാന്നുള്ള കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ആൻജിയോഗ്രാമിന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന്. വെറും ആൻജിയോഗ്രാമിൽ തീരാന്നുള്ള കാര്യം. ഇന്നലെ ഇവിടുത്തെ മിഷൻ കംപ്ലൈന്റ് ആയിരുന്നു. അതവർ വരുമ്പോൾ നമുക്ക് പറയാമായിരുന്നു. നമ്മൾ വേറെ ആശുപത്രി കൊണ്ടുപോകരുത്, നമുക്ക് ഇവിടെ തന്നെ ചികിത്സിക്കണോ നിർബന്ധമില്ല. അതവർ പറഞ്ഞിട്ടില്ല. അവസാനം 5ാമത്തെ മണിക്കൂർ 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 5ാമത്തെ മിനിറ്റിൽ അവിടുത്തെ കാഷ്വാലിറ്റി ഡോക്ടർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണതാണ് നല്ലത്, വേറെ ആശുപത്രി കൊണ്ടുപോ, എങ്കിലേ പുള്ളിയെ രക്ഷപ്പെടുത്താൻ പറ്റൂ പറഞ്ഞിട്ട് തിരിഞ്ഞത് പുള്ളി ഡെത്തായി. രാവിലെ 5:30 പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് എഴുതിയെടുത്തോണ്ട് പോയി. വേറെ ഒന്നും ചെയ്തില്ല. പോലീസിനെ വിളിച്ചു, ഡോക്ടർമാരെ വിളിച്ചു. ആ ബോഡിയെ മരിച്ച ഡെത്തായെന്ന് പോലും ഇല്ലാതെ വെന്റിലേറ്ററിൽ ഇട്ടുകൊണ്ട് നേരെ എടുത്തുകൊണ്ട് പോയി ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാം ചെയ്തോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അവർ CD തന്നിട്ടില്ല, ഡ്രൈവ് തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. ഇതിന്റെ ഒന്നും സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞൂടാ. 48 മണിക്കൂർ ഒബ്സർവേഷൻ വേണമെന്ന് പറഞ്ഞു. ഇപ്പോഴ് ഒന്നുമില്ല. ഇവിടുന്ന് കൊണ്ടുപോകണം. ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അവർ കേൾക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ പറ, എന്ത് ചെയ്യണം നിങ്ങൾ പറ. അവർ കേൾക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ വെച്ച് തന്നെ സംസാരിക്കും. ഇവിടെ വെച്ച് നിങ്ങൾ എല്ലാവരും കേട്ടോ തന്നെ സംസാരിക്കണമെന്നാണ് ഇവിടെ കൊണ്ടുവന്നത്. 30 ദിവസമായ കൊച്ചാണ്. 30 ദിവസമായി. എന്റെ ചേച്ചി പ്രസവിച്ചിട്ട് 30 ദിവസമായത്. ആ കൊച്ചിന്റെ അവളുടെ ഞാൻ എന്ത് പറയും? ഫുൾ മീഡിയക്കാരെ വിളിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൈരളി ന്യൂസ്, എല്ലാ ന്യൂസ് ചാനലിലെയും വിളിച്ചു. ഒറ്റ ആൾക്കാർ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം എന്റെ അച്ഛൻ ഇതേപോലെ കാലത്തോടെ കൺസൾട്ട് പേഷ്യന്റാണ്. എന്റെ അച്ഛൻ ഇതേ അവസ്ഥ തന്നെ വരാം. നിങ്ങൾ ആരും ഉണ്ടാതിരിക്കുക. അവരുതായ ഒരു സഹോദരനാണ്. അവയെ മരിച്ചുപോയതാണ്. ഞാൻ ആരുമല്ല. പേപ്പറിൽ എനിക്ക് തന്നെ വിഷമമാകുന്നുണ്ട്. കാരണം കുഞ്ഞൊക്കെ ഉള്ളതെന്ന് കാരണം നമുക്ക് നല്ല വിഷമം. അതെ, നൂലെട്ടാണ്. അപ്പൊ എനിക്ക് തന്നെ കേൾക്കും വിഷമമായി. കാരണം എന്റെ അച്ഛൻ ഇതേ പേഷ്യന്റ് ഡോക്ടറിന്റെ പേഷ്യന്റാണ്. അപ്പൊ ഞാൻ ഇത് എന്ത് വിശ്വസിച്ച് ഞാൻ ഇവിടെ കാണിക്കും? ഇത് ഒന്നല്ല, ഇന്ന് ഫസ്റ്റ് ഡെത്ത് 2 പേര് ആൻജിയോഗ്രാം മിഷൻ കംപ്ലൈന്റ് ആണെന്നുള്ള പേരിൽ 2 പേര് ഡെത്തായി. അവര് ആ പേഷ്യൻസ് കാല് പിടിച്ചവര്
പിന്നെ നമ്മൾ കൊടുത്തില്ല. മരിച്ചു കിടക്കുന്ന ആളെ തിരിച്ചു കിട്ടിയൊന്നുമില്ല. പക്ഷെ ഇതിന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് 5 മണിക്കൂർ നമ്മളെ ഇട്ടുകൊണ്ടിരുന്ന 5 മണിക്കൂർ നമുക്ക് അറിയാൻ പറ്റും. അതിന് തന്നെയാണ് ഇത്ര ഇഷ്യൂ ഉണ്ടാകുന്നത്. അതിന് തന്നെയാണ് ഇത്ര ഇഷ്യൂ ഉണ്ടാകുന്നത്. സപ്പോർട്ട് ചെയ്ത് നിൽക്കാം. നമുക്ക് ഇതേപോലെ ഗതികളുണ്ടാവും. കാരണം നമ്മൾക്ക് അറിയാതെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ ഇതേ അവസ്ഥയിൽ ചേട്ടാ 2 മണിക്കൂർ കൊണ്ട് അവിടെ വന്നിരിക്കുകയാണ്. ഉള്ള മീഡിയാസിനെ മൊത്തം വിളിക്കാനില്ല. നമ്മൾ 4 പേര് 2 മണിക്കൂർ കൊണ്ട് വിളിക്കുകയാണ്. ഒരു മീഡിയാസ് വന്നിട്ടില്ല. ഒറ്റ ആൾക്കാർ തിരിഞ്ഞു നോക്കിയില്ല. രാവിലെ വന്നപ്പോഴേ 5 മിനിറ്റുള്ള ഫുട്ടേജ് എടുത്തോണ്ട് പോയി. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിലീറ്റ് ആയി. പിന്നെ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ജനം TV ഇവിടെ വന്ന് ഫുട്ടേജ് എടുത്തോണ്ട് പോയി. ആ ഫുട്ടേജ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ആ ഡോക്ടർ ഇവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ട് ശ്യാമ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യും. നമ്മൾ ആദ്യമായിട്ടല്ലേ ഇത് കാണുന്നത്. ഞങ്ങളിത് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുക. മെഡിക്കൽ സമ്മറി നമുക്ക് തന്നിട്ടില്ല. ആൻജിയോഗ്രാം ചെയ്ത ഡീറ്റെയിൽസ് തന്നിട്ടില്ല. പേഷ്യന്റിനെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. 5 മണിക്കൂറായി പേഷ്യന്റ്, 8 മണിക്കൂറായി പേഷ്യന്റ് മരിച്ചിട്ട്. പേഷ്യന്റിന് ഇപ്പോഴും 0% ചാൻസ് ഉണ്ട്. അതറിയാം. വെന്റിലേറ്ററിൽ ഉള്ളതുകൊണ്ട് ഹാർട്ട് ബീറ്റ് ഇടിക്കുന്നു. നാളെ നിങ്ങൾക്കെല്ലാം ഈ ഗതി വരും. ആരും ചോദിക്കാൻ വരില്ല. ആരും നിങ്ങൾക്ക് വേണമെന്നുണ്ടോ നിങ്ങളെ തന്നെ ചോദിക്കണം. ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവർ. ഇത്രയും നേരം നമ്മൾ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവരെല്ലാം അകത്തുണ്ട്. ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരിതുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചോദിക്കണം. അപ്പം ആ ഒരു അവസ്ഥയായി. കണ്ടോ, ജനം TV ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് അവർ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോയി. ന്യൂസല്ലേ, എക്സ്ക്ലൂസീവ് ന്യൂസല്ലേ, അവന്മാരെടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ നിന്ന് ആൾക്കാർ വിളിച്ചപ്പം അവന്മാരത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ബിസിനസ് 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 ബിസിനസ്. ഇപ്പം നമ്മുടെ ശരീരം പോലെ ബിസിനസ്സാണ്. എന്ത് ചെയ്യാനായി? എന്ത് നാട്ടിലെ? കേരളത്തിലാണല്ലോ ഈശ്വര നമ്മൾ. എൻ്റെ ദൈവമേ, ബിസിനസ്, എല്ലാം ബിസിനസ്സാണ്. ഒന്നാലോചിച്ച് നോക്കിയേ. നെഞ്ചുവേദനയായിട്ട് ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറഞ്ഞു ചെസ്റ്റ് പെയിൻ ആയിട്ട് ചെന്ന ആളെ അവിടെ നിന്ന് കൊണ്ടുപോയി SKയിലോട്ട് കൊണ്ടുപോകാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർ എന്തുവാ ശ്രീചിത്ര അവർ പറഞ്ഞ ഹോസ്പിറ്റലിൽ, ശ്രീചിത്ര എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൊണ്ടുപോകാം, അല്ല SK തന്നെ കൊണ്ടുപോയാൽ മതിയെന്ന്. ചിലപ്പോൾ ഇനി അവരുമായിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ടൈപ്പും കാര്യങ്ങളും കാണും. കാരണം നമ്മുടെ അടുത്താണെങ്കിൽ ഒരു ചേട്ടൻ ഡോക്ടറായിട്ട് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ആ ചേട്ടനെ കൊടുക്കുന്ന മരുന്ന് ആ മെഡിക്കൽ സ്റ്റോറിലേ കാണത്തുള്ളൂ. ഇത് ഇവർ തമ്മിൽ ഒരു ലിങ്ക് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. അപ്പം മാസം മാസം ഇതുപോലെ കമ്മീഷനോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കുമായിരിക്കും. അതുകൊണ്ട് എന്താ ഇതുപോലുള്ള കുറേ പാവങ്ങൾ ഇല്ലാണ്ടായപ്പോൾ എല്ലാവർക്കും ബിസിനസ് മാത്രം മതി. മനുഷ്യൻ്റെ ജീവനൊന്നും ഒരു വരെയില്ല. അവനവൻ്റെ കാര്യം നോക്കിയാൽ അവനവന് നല്ലതെന്ന് പറയുന്ന പോലെ തന്നെ. അതായത് ബ്ലഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പം ഇന്ന പോലെ അറ്റാക്കിൻ്റെ ഒരു ഇത്. അപ്പം ഇന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ശേഷം സംഭവിച്ചതാണ് ഇതെല്ലാം. ജൂനിയറും സീനിയറും എല്ലാം ചെക്ക് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല. പുള്ളിക്കാരൻ ആ ബ്രദറിനോട് പറയുകയും ചെയ്തു ഒരു കുഴപ്പമില്ലെന്ന്. പിന്നീട് അങ്ങോട്ടുണ്ടായതോ ചെസ്റ്റ് പെയിൻ, പിന്നെ വൊമിറ്റിങ്. പുള്ളിയുടെ രീതി തന്നെ മാറിപ്പോയി. വെളുപ്പിന് 5 മണിയായപ്പോൾ ആള് മരിച്ചു. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ദൈവത്തിനെ ഒന്ന് ഡോക്ടറിനെ ആണോ അല്ലയോ? നിങ്ങൾ തന്നെ ഒന്ന് പറ. നമ്മൾ വീട്ടിൽ വന്നാൽ പ്രാർത്ഥിക്കും, അമ്പലത്തിൽ പോകുന്ന തൊഴുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ആപത്തുണ്ടെങ്കിൽ നമ്മളെ രക്ഷിക്കുന്ന ആരാ? ഡോക്ടർമാരല്ലേ. അവർ തന്നെ ഇതൊക്കെ ഈ കാണിക്കുമ്പോൾ ആലോചിച്ച് നോക്കിയേ. അയ്യേ, പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കില്ല നമ്മുടെ മെർസൽ പടം ഓർമ്മ വരുന്നുണ്ട്, വിജയുടെ മെർസൽ മൂവി. അതിനകത്ത് ആ ക്ലൈമാക്സ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കറക്റ്റ് കാര്യമാണ്. അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരൊക്കെ ബിസിനസ്സാണ് ഇവർക്ക്. ഇപ്പോൾ റോഡിൽ കിടക്കുന്ന ആക്സിഡൻറ്റ് മറ്റൊരുത്തം കിടക്കണമെങ്കിൽ ആംബുലൻസ് തൂക്കിക്കൊണ്ടിരിക്കണം, ഇന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പോൾ അവർക്ക് എല്ലാം കമ്മീഷൻ, പൈസ പോലെ കുറേ മായി. അതിനുശേഷം ബാക്കി ഞാൻ പറയാം. അതിനുശേഷം ആ ബോഡി തന്നെ കുറേ നേരം കൂടെ എടുത്ത് വെറുതെ എവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അവർ വെളുപ്പിനെ തൊട്ട് ഇവർ ഒരു കാര്യങ്ങളും കുറേ ആവശ്യമില്ലാത്ത ഫയലും കാര്യങ്ങളും എല്ലാം മീൻസ് ഇവർക്ക് കൊടുത്ത റിപ്പോർട്ട് വേറെ, പോലീസിന് കൊടുത്ത റിപ്പോർട്ട് വേറെ. SK ഹോസ്പിറ്റലിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അതിൻ്റെ സംഭവം ഒരു 10-20 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അതും കൂടെ ഞാൻ സൈഡിൽ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇതുപോലുള്ള ചെറ്റകൾക്ക് സീരിയസ് ആയിട്ട് പറഞ്ഞു തരാം. ഇതിപ്പോൾ എൻ്റെ ഒരു കൊച്ചൊരു ചാനലാണ്, കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതും ബിഗ് ബോസ് ഇഷ്ടപ്പെട്ടു വന്ന കുറച്ച് ആൾക്കാരാണ്. അവർക്കിതൊക്കെ കാണുമ്പോൾ കുറേ പേരെ കൺസെപ്റ്റ് പഠിച്ചു പോകാൻ. പക്ഷെ എന്താണെന്നറിയത്തില്ല, എന്താ പറയുക, ഇത് കാണുന്നവർക്കത് മനസ്സിലാവും. ഇത് നിങ്ങൾ പരമാവധി ആൾക്കാർക്ക് ഞാൻ
പറയുന്ന കൂട്ട് പരമാവധി ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക. ഇതുപോലുള്ള ഞാൻ ഒരുപാട് കമൻസ് തന്നെ ആ വീഡിയോയുടെ താഴെ തന്നെ എത്ര വേറെ ഈ ഹോസ്പിറ്റലിൽ തന്നെ ജീവൻ പോയ ആൾക്കാരുണ്ടെന്നറിയാമോ? ഒരുപാട് പേര്, എൻ്റെ അച്ഛൻ ഇങ്ങനെ പോയത്, ഒരുപാട് പേരുടെ കമൻസ് ഉണ്ട്, ഒരുപാട് പേരുടെ കമൻസ്. ഇത് ഞാനിപ്പം ഇൻസ്റ്റയിലാണ് ഈ സംഭവം കണ്ടത്. ഈ ഹോസ്പിറ്റലിൽ ആ കുട്ടി പറയുന്നത്, ഒരു കുട്ടി പാർവതി എന്ന് പറഞ്ഞ കുട്ടി പറയുന്നത് അവിടെ കൊച്ചു അച്ഛനിങ്ങനെ വയ്യാതായി വന്ന് കിടന്ന് ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് അവസാനം ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. ഇവിടെ ചിലവായത് 2 ലക്ഷം രൂപ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതുപോലുള്ള കുറേ ഇതുണ്ട്. ഞാനെന്തായാലും അവസാനത്തെ ആ ഒരു വീഡിയോ, അതൊരു 10-20 മിനിറ്റ് വീഡിയോ ഉണ്ട്. നിങ്ങൾക്കത് ഇരുന്ന് കാണാൻ ഉള്ളവർ മാത്രം ഇരുന്ന് കാണുക. ഓക്കെ. 5 മിനിറ്റ് കൂടുമ്പോൾ ആ പേപ്പറില്ല, ഈ പേപ്പറില്ല, മറ്റേ പേപ്പറില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ 2-3 മണിക്കൂറായി ഈ മഴയത്ത് ഈ ബോഡി ഇട്ടുകൊണ്ട് ഞങ്ങൾ കിടക്കുകയാണ്. ഇപ്പം മണി 3 ഏകദേശം 2-3 മണിക്കൂറായി ഇതിനകത്ത് കയറ്റി. ഒരു ഉത്തരവാദിത്തമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ഒരു 80 പേജുള്ള ഒരു ഫേക്ക് റിപ്പോർട്ട്, 2 ഫയൽ, 2 കെട്ടുള്ള 80 പേജുള്ള 2 ഫേക്ക് റിപ്പോർട്ട് കൊണ്ടുവന്നിട്ട് അവർ കാണിച്ചിരിക്കണം. അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇതാണ് അവർ ചെയ്ത ട്രീറ്റ്മെൻറ്റ് എന്നാണ് അവർ കാണിച്ചിരിക്കുന്നത്. ആ 80 പേജിൽ നമ്മൾ ഇന്നലെ ചെയ്ത ഒരു ട്രീറ്റ്മെന്റും അതിനകത്തില്ല. നമുക്ക് തന്ന റിപ്പോർട്ട് വേറെ, പോലീസിന് കൊടുത്ത റിപ്പോർട്ട് വേറെ. അതിലിപ്പോ കാണിച്ച റിപ്പോർട്ടിൽ കുറെ ബ്ലാങ്ക് പേപ്പറാണ് ഇരിക്കുന്നത്. അതിലെന്താണെന്നൊന്നും നമുക്ക് ക്ലാരിഫൈ അവർ ഇതുവരെ വരുത്തിയിട്ടില്ല. അത് പോലീസ് വ്യക്തമായിട്ട് കണ്ടെത്തി അവർ അന്വേഷിക്കാൻ വേണ്ടി അകത്തോട്ട് പോയിക്കുകയാണ്. എന്നിട്ട് അവര് ആ പേരും പറഞ്ഞ് ഇവിടെ 1-2 മണിക്കൂറുണ്ട് ഈ ബോഡിയെ ഇങ്ങനെ ഇരുത്തിക്കണം. 9 മണി തൊട്ട് നമ്മളിവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയാണ്. 9 മണി തൊട്ട് ഇന്നലെ തൊട്ട് നടക്കുന്ന ഈ മാറ്റർ മീഡിയ ഏറ്റെടുത്തെന്നല്ലാതെ ഒരു ലീഗലായിട്ട് വേറെ ആരും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. ഹെൽത്ത് മിനിസ്റ്ററോ അവരെ ഓഫീസിൽ നിന്ന് പോലും ഇതുവരെ ഒരാൾ പോലും വന്ന് നോക്കിയിട്ടില്ല ഇതുവരെ. ഇവിടെ എന്താണ് നടക്കുന്നത്, എന്താണ് ഇവിടെ ചെയ്യുന്നത്. ഇത് രാവിലെ തൊട്ട് 9 മണി തൊട്ട് നമ്മളെ വിളിച്ച് കൊച്ചാക്കാൻ പറഞ്ഞു. നമുക്ക് ബോഡി മാത്രം മതി, ബോഡി കൊണ്ടുപോകാൻ വേണ്ടി. 5 മണിക്ക് ഇനി പോസ്റ്റ്മോർട്ടം 5 മണി വരെ ഉള്ളൂ. നമ്മൾ എവിടെ കൊണ്ടുപോകും ഇത്? 2-3 ദിവസം ഇന്നലെ 1 മണിക്ക് സംഭവിച്ചതാണ്. എന്നിട്ട് ഇവർ ഓരോ കാരണങ്ങൾ അവർ 7:30 വരെ ഡെത്ത് എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ ഓട്ടിക്കാനുള്ള മാക്സിമം ഓട്ടിച്ചു. ഇപ്പോൾ ഇൻക്വസ്റ്റ് എല്ലാം തയ്യാറാക്കി ഏകദേശം 2-3 മണിക്കൂറായിട്ട് ഈ മഴയത്ത് കൊണ്ട് ഈ ബോഡി എത്തിക്കുന്നത്. ഞങ്ങൾ ഉപദ്രവിച്ച് അവർ മാക്സിമം ഉപദ്രവിച്ചു. ഒരു മരണ വീട്ടിലൊരു മര്യാദ കാണിക്കാതെ അവർ ഈ ബോഡി 1-2 മണിക്കൂറിനോട് ഇട്ടിങ്ങനെ ഇവര് എന്ത് തരം ഇതാണ് കാണിക്കണമെന്ന് വെച്ചാൽ ഇവർക്ക് പറഞ്ഞുകൂടാ. അവർ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രോഗി പേഷ്യന്റിനെ കൺസിഡർ ചെയ്ത ഒരു ഡോക്ടർ പോലും ഇല്ല. മാനേജ്മെന്റിലുള്ള 2-3 പേര് മാത്രമല്ലാതെ ആ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഒരു ഡോക്ടേഴ്സും അവിടെ ഇല്ല. ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോന്നായിട്ട് ഫോട്ടോ കോപ്പി എടുക്കുന്നേ ഉള്ളൂ. ബ്ലാങ്ക് പേപ്പറിൽ ഡോക്ടറിനെ കൊണ്ട് ഒപ്പിടാൻ പോയിരിക്കുന്നു. ആപ്പോടെ 3 ഡോക്ടറാണ് കൺസിഡർ ചെയ്തത്. എത്ര ഡോക്ടർ? എല്ലാ ഡോക്ടറിനെ കൊണ്ട് ഒപ്പിടാൻ പോയിരിക്കുന്നു. നിങ്ങൾ കാണണം ആ 80 പേജുള്ള ഫയൽ. ഒരു രോഗി നമുക്ക് തന്ന 4 പേജ് അറ്റാക്ക് ആയിട്ട് കൊണ്ടുവന്ന ഒരു പേഷ്യന്റിന് 80 പേജുള്ള റിപ്പോർട്ട്, ഫേക്ക് റിപ്പോർട്ട്. ഇന്നിരുന്നെല്ലാം ടൈപ്പ് ചെയ്ത് ഇവര് കയറ്റിയ സാധനം പക്ക. അതിൽ 5 മണിക്കൂർ ഡിലേ. 5 മണിക്കൂർ കൊടുത്ത ട്രീറ്റ്മെന്റിന്റെ അതിന്റെ സമ്മറി ഒന്നും അവർ പറഞ്ഞിട്ടില്ല. 5 മണിക്കൂർ, അതായത് മരിച്ചതിന് ശേഷമുള്ള വെളുപ്പിനെ 5 മണിക്ക് പേഷ്യന്റ് മരിച്ചതിന് ശേഷമുള്ള വെറും ഡെഡ് ബോഡിയിലിട്ട് ചെയ്ത 80 പേജാണ് അവർ കാണിക്കുന്നത്. വെറും ഡെഡ് ബോഡിയിൽ, വെന്റിലേറ്ററിൽ കിടന്ന പേഷ്യന്റിനെ വെറും ഡെഡ് ബോഡിയിലിട്ട് ചെയ്ത, വെറും ഡെഡ് ബോഡിയിൽ കിടന്ന് ചെയ്ത. അത് പോലീസുകാർ കണ്ടെത്തിയാണ്, അവരാണ് ഇതിപ്പം ഇതില് പോസ്റ്റ് ചെയ്ത് ബോഡിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വീക്കായി തുടങ്ങി. ബോഡിയുടെ കണ്ടീഷൻ ഓൺ ചെയ്തിടാൻ പറയണം. അത് കാലൊക്കെ മരവിച്ചു തുടങ്ങി. നിങ്ങൾ ഇതെല്ലാം കാണണം. ഈ ഡെഡ് ബോഡിയുടെ കണ്ടീഷൻ ഒരുപാട് മോശമായി തുടങ്ങി. മോർച്ചറിയിലെ പിറകെ നമ്മൾ 9 മണി തൊട്ട് വന്ന് നിൽക്കാൻ തുടങ്ങി. 9 മണി തൊട്ട് കയ്യിൽ ക്യാഷ് ഇല്ല. ഓക്കെ ശരി, പണം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ അവസ്ഥയാക്കണമെന്ന് ഒറ്റ മനുഷ്യർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആരോഗ്യമന്ത്രി ഒരാൾ പോലും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇന്നലെ അവരെല്ലാം അറിയിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവർ കത്തയക്കാനാണ് പറയുന്നത് എന്ത് കാര്യമാണെന്ന്. ബോഡി കൊണ്ട് കാണിക്കാൻ പറഞ്ഞു, നേരെ വരാൻ പറഞ്ഞു. ഫസ്റ്റ് ബോഡി കൊണ്ടത്. ഹലോ, അത് ഇഷ്യൂമാണ്. ലൈവ് ഇടാൻ പറ്റും. ബോഡി 2 മണിക്കൂർ കൂടെ 9 മണിക്ക് വന്നത് നമ്മൾ മഴ ബോഡി വണ്ടി കയറ്റി വെച്ചിട്ട് 1.5 മണിക്കൂറായി. മാറി തുടങ്ങി. ഇവിടെ ഇതെല്ലാം ഞാൻ വിളിക്കാം. എന്താ
പിള്ളേരെല്ലാം ഒന്ന് തെറ്റിക്കൊണ്ടിരിക്കുന്നത്. വേറെ റിപ്പോർട്ട് അവരെ ഇന്നലെ രാത്രി ഒരു 10 മണിയോട് 11 മണിയോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയി ആ ഒരു പ്രശ്നം എടുത്ത് വേറെ ഫർദർ ട്രീറ്റ്മെന്റ്. അപ്പോൾ ഈ അയ്യാണ്ടിരിക്കുന്ന ആളുടെ ക്രിട്ടിക്കൽ കണ്ടീഷൻ അവർ സബ്സാറ്റ് കട്ടുകയില്ല. പിന്നെ ICU ഫുള്ളാക്കി. അവർ അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. ഇപ്പം നിലവിൽ ഇതാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഒന്ന് എഴുതി വാങ്ങിച്ചു ഇതിന് ഇഷ്ടപ്പെടാൻ വേറെ ഹോസ്പിറ്റലിൽ പോകാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ തൊട്ടുള്ളത് ഞങ്ങൾ എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ ബ്ലഡ് റിസൾട്ടും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ കാർഡിയോ ഒരു ഇഷ്യൂ ആണ്. നമ്മൾ ഇവിടെ ആംബുലൻസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇല്ല. ഞങ്ങൾ ഉടനെ തന്നെ SK ഹോസ്പിറ്റലിൽ കൊടുക്കണം. അവിടെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞേക്കാൻ അപ്പോഴേ SKയിൽ കൊടുക്കും. 1 മണി 1 മണിക്കൂടെ കാർഡിയോ എമർജൻസി ടീമാണ് കേട്ടിട്ടുള്ളത്. അവർ പറഞ്ഞൊരു കാർഡിയോ ഇഷ്യൂ ആണ്. ഞങ്ങൾ കാർഡിയോയ്ക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഈ എമർജൻസിയിലാണ് നിൽക്കുന്നത്. അവിടെ കാർഡിയോയുടെ ഒരു ജൂനിയർ ഡോക്ടർ ഉണ്ടായിരുന്നു, ലേഡി ഡോക്ടറാണ്. പുള്ളി നമ്മുടെ റിപ്പോർട്ട്സ് എല്ലാം എടുത്തിട്ട് ഇതിന്റെ റിപ്പോർട്ട് എടുത്തിട്ട് സീനിയർ ഡോക്ടറായ കാർഡിയോ രാജീവ് സാറ് ഇത് നടക്കുന്നത് 1 മണിക്കുള്ള കാര്യം പറഞ്ഞു. ഈ 1 മണിക്ക് ഇത് നോക്കിയിട്ട് പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളോട് പറഞ്ഞു ചോദിച്ചു ഒരു കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞു 3 മണിക്കൂറായി മഴയത്ത് നമ്മൾ ഞങ്ങൾക്ക് തന്ന ഒരു 4-5 പേജുള്ള തയ്യാറാക്കിയ ബോഡിയാണ് ഇപ്പോൾ തിരിച്ചകത്തോട്ട് നടക്കുന്നത്. അപ്പൊ അത്രയും നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോഡി ഇപ്പൊ തിരിച്ചു മോർച്ചറിയുന്ന ഇതിപ്പോ ഇത് ഇൻവെസ്റ്റ് കഴിഞ്ഞ ബോഡിയാണ് ഇപ്പൊ തിരിച്ചത്. നമുക്ക് അത്രയും നമ്മള് എല്ലാ ഫോർമാറ്റും കഴിഞ്ഞാൽ അവരെ പിടിച്ചോണേ ഇപ്പൊ തിരിച്ചത് മോർച്ചറിയിലോട്ട് കയറ്റുന്നതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അത് എന്താണ് സാറേ കാണിക്കുന്നത്? ഇത് ഒട്ടും ന്യായമായിട്ടുള്ള കാര്യമല്ല. ഇത് എന്താണ് പറയുന്നത്? 9 മണിക്ക് രാവിലെ മോർച്ചറി എടുത്ത ബോഡി തിരിച്ചു എന്താണ് കാണിക്കുന്നത്? ഇന്നലെ തൊട്ട് കാണിക്കുന്നത് എടുത്ത ബോഡിയാണ്. രോഗിയായിട്ട് വന്നപ്പോൾ ഒരു ബോഡി എടുത്ത് ഇവിടെ ചെയ്ത അതേ കാര്യം തന്നെ ഇവിടെ ഒരു ജീവനുള്ള ബോഡി എടുത്ത് ഇവിടെ ചെയ്ത അതേ കാര്യമാണ് ഈ ഡെഡ് ബോഡി എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ ശ്രമിക്കും? എങ്ങനെ ശ്രമിക്കാറുണ്ട്? നമുക്ക് കൈയൊക്കെ പണമില്ലെങ്കിൽ പദവിയില്ലെങ്കിൽ എന്തും ചെയ്യാന്നാണോ? എന്റെ ചേട്ടൻ ഇന്ന് 5:30 മരിച്ചാണ്. ഇന്ന് 5:30 ഈ താഴെ മക്കൾ എന്തിനു കാണിച്ചു ഇത്രയും നേരമായിട്ട്? ഈ നായിന്റെ രോഗിയായി വന്ന സമയത്ത് വേണ്ട ചികിത്സ കൊടുക്കാതെ കൊന്ന് ഇങ്ങനെ ഇതിനൊക്കെ മുൻകാട്ടിയുണ്ട്. തള്ള എവിടെയാണ് നോക്കിയിട്ട്
എടാ ഒരു കൊച്ചു പോയി മോനെ പോലെ അതിന്റെ തുടർ നടപടി ഫ്രണ്ടിൽ പോ. ഇന്ന് 1.5 മണിക്കൂറായി ഒരാൾ വേഗം കിടക്കുന്നത്. ജീവനേ ഇല്ല ആളിന്. കൊണ്ടുവരാൻ സമ്മതിക്കുന്നത്. അവന്മാര് ഓരോ നേരം ഓരോ ബേക്കറി കൊണ്ടുവരണം. ഓരോ നേരം എന്തൊരു കുഴപ്പമെന്ന് എനിക്ക് അറിയുമല്ലോ. നമുക്ക് വേണ്ട കേട്ടോ. ക്ഷമിക്കാനുള്ള കേട്ടില്ല. മര്യാദ ബോഡി തള്ളയുള്ള കൊന്ന് ഒരു മര്യാദ ഉണ്ട് സാറേ. ഒരു മര്യാദ ഉണ്ട് സാറേ. പാവപ്പെട്ട കത്തിക്കണം സാറേ. എല്ലാവരെയും വിട്ടു കൊല്ലണം. ഇവിടെ മിനിസ്റ്ററും ഇല്ല, ഹെൽത്ത് മിനിസ്റ്ററും ഇല്ല, ആരുമില്ല. ആരുണ്ട് പൈസ ഉള്ളവരെ? ഇവിടെ എംപ്ലോയീസിനെ വിളിക്കുന്നത്. ശ്യാം എന്ന് പറയുന്ന ഒരുത്തന്റെ പേര് ഇവിടെ പറയുന്നുണ്ട്. അവനെ രാജേഷ് അവനാണ് ഇത്ര പണി ഉണ്ടാക്കുന്നത്. അഡ്മിറ്റ് ആണ്. നിങ്ങൾ എല്ലാ കേൾക്കണം. 24 hours
നമ്മൾ ചോദിച്ചപ്പോ എല്ലാത്തിന്റെ കോപ്പിയാണ് റിപ്പോർട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഇപ്പൊ റിപ്പോർട്ട് ഉണ്ടായത് സൈലന്റ് എന്താ സൈലന്റ്? ഈ നാട് ചെറ്റാണ്ട് എന്താ സൈലന്റ്? ആർ കൂടെ ഞാനൊന്ന് പറയാം. മനുഷ്യന്റെ ജീവനില് ബോഡി പച്ച അച്ഛന്റെ അവസ്ഥ അറിയാമോ? 28 ഈ സാധനം അന്നിട്ടൊന്നും പോലും ഇവര് പൈസ അവര് ആരാ ഇന്നലെ രാവിലെ 5 മണിക്ക് എത്തായ ആളാണ്. സാറ് വന്ന് 10 മണിക്ക് പറഞ്ഞിട്ട് അവന്മാർക്ക് ഈ സമയം ചെയ്തില്ല. ബോഡി വിട്ടുതരാന്ന് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞപ്പോ അല്ലെ ഇവിടെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോയിക്കോ നിങ്ങളങ്ങോട്ട് കൊണ്ടുവയ്ക്കും. അവിടാണ് നമ്മളല്ല പേപ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി കൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നത്. ഞാൻ അങ്ങോട്ട് വരും. രാവിലെ പറഞ്ഞില്ലേ താമസിക്കുന്നുണ്ട്. അതല്ലേ അത് നമുക്ക് ചെയ്യാം. കാര്യങ്ങൾ ചെയ്യാം. കാര്യങ്ങൾ ചെയ്യാം. ഡോക്ടറിന്റെ കൊണ്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. ആംബുലൻസ് കയറ്റി അവർ ഡിലേ ആക്കിയാണ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പോകണം. മനസ്സിലായില്ലേ? ചോദിക്കണം. ഓഫീസർ അവിടെ നിൽക്കുന്നുണ്ട്. ചോദിക്കണം. പോസ്റ്റ് ആണെന്ന് വിചാരിച്ചു. അമല വണ്ടി അറിയാം.
വണ്ടിയുടെ നിതീഷേ 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 റിപ്പോർട്ടുള്ളതാണെന്ന് പറഞ്ഞോളൂ ചുമ്മാ എടുത്തിട്ട് നമ്മള് കൊടുക്കാൻ വേണ്ടി ഈ ലൈഫ് ഒന്ന് സേവ് ചെയ്തിട്ട് എനിക്ക് സേവ് ചെയ്യാൻ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും കേട്ടോ. ആ ശവം എത്ര നേരം അവിടെ ഇട്ടുകൊണ്ടിരുന്നറിയോ? ആ ബോഡി എത്ര നേരം. എന്നിട്ട് അവന്മാർ കാണിക്കുന്ന അവന്മാരുടെ രീതി, മീഡിയ വരുമ്പോൾ മീഡിയയെ മാറ്റുക, അത് ചെയ്യുക, ഇത് ചെയ്യുക. പിന്നെ അധികാരികൾക്ക് ഇതിനൊന്നും നേരമില്ലല്ലോ. അവരിപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ പുറയിലും പിന്നെ അവൻ്റെ ജീവിതമാർഗം നശിപ്പിക്കാനും അതൊക്കെയാണ് വലുത്. അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രം. ഇത് 1, 2, 3 ദിവസത്തിൽ പോകും ഈ ഒരു കാര്യം. പിന്നെ ഈ സിസ്റ്റം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഇതാണ് സത്യം. ഈ കാര്യം സ്ട്രോങ് ആയിട്ട് മുന്നിട്ട് പോയാൽ നാളെ നിങ്ങൾക്കോ എനിക്കോ ഈ അവസ്ഥകൾ വരായിരിക്കും. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ കർശനമായിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എനിക്കറിയത്തില്ല ഈ നാടെന്ന് നന്നാകുന്നു. ഇതുപോലുള്ള കുറേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച്, ഒരു കുഞ്ഞായതേ ഉള്ളൂ, ആ ഫാമിലിയുടെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിപ്പം വന്ന് മീഡിയയും കാര്യങ്ങളും സോഷ്യൽ മീഡിയ കുറച്ച് ചർച്ചയാവത്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ തന്നെ നടക്കത്തുള്ളൂ ഈ തൊലിഞ്ഞ നാട്ടിലാണ്. ആ ഫാമിലിയുടെ അവസ്ഥയൊന്നും ആലോചിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്ന കുഞ്ഞ്, ഇനി അവരുടെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചു. ഇന്ന് അതിനകത്ത് പറയുന്നുണ്ടാവില്ല, ഇന്ന് നമ്മുടെ കൂടെ ഇന്ന് സംസാരിക്കേണ്ട ഒരാളാണ് പോയത്. ഒരു ചെറിയ ഒരു ചെസ്റ്റ് പെയിൻ ആയിട്ട് ചെന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അതെവിടം വരെ ഒന്ന് കറക്റ്റായിട്ട് നോക്കിയാലോ. പിന്നെ ഹോസ്പിറ്റലിലാണ്, ഞാനും കേട്ടിട്ടൊക്കെ ഉണ്ട്, ചിലപ്പോൾ അബദ്ധങ്ങൾ പറ്റി. ഇത് എന്നോടും കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പങ്ങാണ്ട്. എടാ ഞാൻ ഇന്നപോലെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്, പക്ഷെ ഒന്നും അറിയാത്ത രീതിയിൽ ഇവരൊക്കെ അങ്ങ് ഇതാക്കി വിടും എന്നുള്ള രീതിയിലൊക്കെ. എന്തെങ്കിലുമൊക്കെ ആട്ടെ, എന്തെങ്കിലുമൊക്കെ നീയൊക്കെ ചെയ്യ്. നീയൊക്കെ ഇരുന്ന് ആഹാരത്തിൻ്റെ മുമ്പ് ഇരുന്ന് ഈ ഉരുട്ടി കഴിക്കുമല്ലോ, ഇറങ്ങാതെ എന്താ പറയുക, ഉള്ളിലോട്ട് ഇറങ്ങുമല്ലോ. ആ ഒരു സമയത്ത് ഒന്നും പറയുന്നില്ല, എനിക്ക് നല്ല ദേഷ്യവും തിലപ്പും ഒക്കെ വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? റോഡിൽ കിടന്ന് പട്ടി കുറയ്ക്കുന്നതിന് ആനയ്ക്ക് എന്താ കാര്യം? പോട്ടാ മൈരം കിടന്ന് ചിലക്കട്ടെ എന്ന് നീയൊക്കെ